ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിള്ളച്ചേട്ടൻ ഞാൻ പോയി കഴിഞ്ഞ് എന്തെങ്കിലും മേലായി വന്നാലോ എന്ന് വെച്ചേ നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും കടമ്പയൊക്കെ കിടന്നോളാം. അയ്യോ രാഘവേട്ട, എന്തിനിങ്ങനെ വാശി കാണിക്കുന്നേ? ആരോടിങ്ങനെ വാശി പിടിക്കുന്നേ? എന്നോടോ? എനിക്ക് ആരോടും വാശി വരായൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അതെന്നോടാ, എന്റെ ഈ അവസ്ഥയോടാ. പിന്നെ പരായം പരിഭവമൊക്കെ ഞാൻ കാണിക്കുന്നവളുണ്ട്. അതാ സർവേശ്വരനോടാ. എന്നെ ഇങ്ങനെ പാതി ജീവൻ നൽകി ഇട്ടേക്കുന്നതിന് തന്നെ. ഇങ്ങനെയൊക്കെ പറയാനും വേണ്ടി ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? പനിക്കൂർക്കയിലയും തുളസിയിലയും ശർക്കരയൊക്കെ ഇട്ട കാപ്പിയാ. പനി ഉണ്ടെങ്കിൽ അതങ്ങ് തന്നെ പോയിക്കോളും. ഇതൊക്കെ എന്റെ ശരീരത്തിന് അസുഖം വന്നാലേ പരിഹരിക്കാനാവൂ. മനസ്സ് വന്നാ പിന്നെ തീർന്നില്ലല്ലോ. മരുന്നൊന്നുമില്ലല്ലോ മാമേ. ആര് പറഞ്ഞില്ലെന്ന്? ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഭ്രാന്തെന്നാ പറയേണ്ടത്. അതിന് നല്ല മരുന്നുമുണ്ട്. ദേ രാഘവേട്ട, രാവിലെ തന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല കേട്ടോ. ഇതെന്നെ ഇന്ന് പണിക്ക് വിടില്ലെന്നാ തോന്നുന്നേ. ഈ ചുമ നീ കാര്യാക്കണ്ട. ഇനിയിപ്പോ ചുമയും കുറെയൊക്കെ ഉണ്ടാവും. സമയെന്നാ തോന്നുന്നേ. അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളായി കാണിക്കുന്നൊക്കെ. സത്യമേ, സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഇറങ്ങിയാലോ? പൊന്നി, ഇന്നാണെങ്കിൽ കുറച്ച് പുതിയ കടകളിൽ ഓർഡറും ഉണ്ട്. രാഘവേട്ടന് കുറച്ച് പനിയും ചുമയൊക്കെ ഉണ്ട്. മരുന്നിന് പോവാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലടി. ഈ അവസ്ഥയിൽ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെ നമ്മൾ പോവും? എന്നാ പിന്നെ നിങ്ങളോട് ഞാനോട് വരാം. പിന്നെ എന്റെ നടപ്പനുസരിച്ച് നിനക്ക് നടക്കാൻ പറ്റുന്നുള്ള ഒരു കുഴപ്പമുണ്ട്. സമ്മതാണ് ഞാൻ റെഡിയാ. എന്റെ ധനിയാസം കാണുമ്പോ കച്ചവടം കുറച്ച് കൂടുതൽ കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ ഇതാ അവസ്ഥ. രാഘവേട്ട, മരുന്നിന് പോകുന്നുണ്ടോ ഇല്ലയോ? അതറിഞ്ഞിട്ടേ ഞാൻ ഇന്ന് പോകുന്നുള്ളൂ. നീ പൊയ്ക്കോ ഭാമേ. ഇത് കുറച്ചുകൂടെ ഞാൻ നോക്കട്ടെ. എന്നിട്ട് പറ്റിയില്ലെങ്കിൽ ഞാനിങ്ങനെ നടന്നു വലിഞ്ഞു കഴിഞ്ഞു നമുക്ക് പൊക്കോളാം. പാക പറ്റത്തില്ലല്ലോ. എന്റെ ആവശ്യം പോയില്ലയോ? തീർന്നില്ല എന്റെ കാര്യം. പറയുന്നത് കേട്ടില്ലേ? ഇതൊക്കെ കേട്ട് ആരെ വിചാരിക്കത്തത് ഞാൻ നോക്കാതെയും തിരക്കാതെയും ഇങ്ങനെ അങ്ങ് നിർത്തിയിരിക്കുകയാണെന്ന്? എടി, രാഘവേട്ടന്റെ കാര്യങ്ങൾ നോക്കിയിട്ടല്ലേ ഞാൻ എന്ത് കാര്യം ചെയ്യുന്നത്? പിന്നെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓ, എന്തൊരു കഷ്ട. പൊന്നി, നമുക്കിന്ന് പോണ്ട. കച്ചവടം നടന്നില്ലെങ്കിൽ നടന്നില്ലെന്നല്ലേ ഉള്ളൂ. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ പോകാത്തതിന്റെ കുഴപ്പം കൊണ്ട് കച്ചവടം ഒന്നും മുടക്കണ്ട. എന്നിട്ട് പിന്നെ ഞാൻ കാരണമുള്ള കഞ്ഞൂടി മുട്ടിയെന്ന് പറയാനല്ലേ ഞാൻ പോയേക്കാന്ന്. ഒറ്റയ്ക്ക് തന്നെ പൊക്കോളാം. പിന്നെ ഒരു കൈസാരത്തെ എന്നാളെ നീ ഓടിച്ചു വിട്ടില്ലേ? ആ പിള്ളേ ഉണ്ടായിരുന്നെങ്കിൽ ഈ പാടെല്ലാം കഴിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അയാൾ പൊന്നുപോലെ എന്നെ കൊണ്ടുപോയി മരുന്ന് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കിയേനെ. ഒരു ഓട്ടോ പിടിച്ചങ്ങ് പോയാ മതി. പിന്നെ നീ കൽപ്പിക്കുമ്പോ ഓട്ടോ കൊണ്ട് നിൽക്കുമല്ലോ. ആളെ വിളിച്ചെടുത്തുന്നല്ലേ പറയുന്നേ. എത്ര കാലമായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാ. അവിടെ അറിയ സന്തോഷത്തോടെ ചെയ്തു കൂട്ടുമല്ലോ. ബാക്കിയുള്ളൊരു കാര്യമൊന്നും അറിയണ്ടല്ലോ. ബാക്കിയുള്ളവർ എങ്ങനെ നടക്കുന്ന പോകുന്നൊന്നും അറിയണ്ടല്ലോ. പിള്ളച്ചേട്ടൻ കൂടെ ഇല്ലാത്തതിന്റെ പരിഭവമാ. ശരിയാ. ആ ദേഷ്യം എന്നോട് ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത്. എന്തായാലും രാഘവേട്ടൻ റെഡിയാവട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ചിറങ്ങാം. പിന്നെ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ശാന്തിയേച്ചിയെ കണ്ടിരുന്നു. അപ്പോഴാ ശാരിക അവിടെ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞത്. ഏത് ശാരിക? ശാലിനി കുഞ്ഞിന്റെ ചേച്ചി, ശാരദാമ്മയുടെ മൂത്ത മോള്. ഓ, അവരിപ്പോ അവിടെ ഉണ്ടത്രേ.
എന്തൊക്കെയോ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെന്നാ കേട്ടത്. അത് പിന്നെ ഇല്ലാതിരിക്കോ? ശാരദാമ്മയുടെ അല്ലേ കുടുംബം. ശാന്തയുള്ളതുകൊണ്ട് അപ്പപ്പ ന്യൂസുകൾ ഇവിടെ എത്തുന്നുണ്ടല്ലേ? കാര്യങ്ങൾ പറഞ്ഞു കൂട്ടത്തി പറഞ്ഞതാ. എന്റെ മനസ്സിലെ ഇപ്പൊ അതൊന്നും അല്ല ചിന്ത. രാഘവേട്ടന്റെ കാര്യ ഒറ്റയ്ക്ക് എങ്ങനെയാ പറഞ്ഞു വിടുക? ഓർമ്മയില്ലാതെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കുമെന്ന് എന്റെ പേടി. അങ്ങനെയൊന്നും ഉണ്ടാവില്ല സത്യാമ്മേ. നമ്മൾ വരുമ്പോ ഒരു കുഴപ്പവും ഇല്ലാതെ രാഘവൻ സാർ ഇവിടെ ഉണ്ടാവും. മോനെ മോനെ വേണ്ട ഒന്നെടു ചേട്ടാ, വേണ്ട, പൊയ്ക്കോ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആ പറയ. ഇരുപത്തിരണ്ട് 44 ആ നോട്ടെ. 22 45 44 ഉണ്ടോ നോക്ക്. അതേ ഉള്ളൂ. എന്നാ പിന്നെ 45 ആയാലും മതി. 50. ഇതാ പൈസ. ശരി എന്നാ. ദേ പിള്ളച്ചേട്ടൻ. പിള്ള താൻ എന്ന് തുടങ്ങി പണി? അതെന്റെ കൂട്ടുകാരുടെ കടയാ. അവിടുന്ന് പോന്നതിന് ശേഷം വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി വരുന്നതാ. സമയവും പോവും, ചെറിയൊരു വരുമാനവും ആവും. ഞാൻ നോക്കിയപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ദേഹം അനങ്ങുന്ന പണിയൊന്നും അല്ലല്ലോ. അങ്ങനെ നിന്നതാ സത്യാമ്മേ. പിള്ള എന്നാലും എന്റെ വാക്ക് കേട്ട് തന്റെ ആത്മസുഹൃത്തിനെ തനിച്ചാക്കിയിട്ട് പോയില്ലേ? പിള്ളേ, ഞാൻ എന്റെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറയുന്നതല്ലേ എല്ലാം. അതൊന്നും കാര്യമായിട്ട് എടുക്കരുത്.